എന്നോട് ചോദിക്കുന്ന ഒരു സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. കാരണം രാകേഷേ 1000 രൂപയ്ക്ക് ഹെഡ്ലൈറ്റ് കിട്ടും, അല്ലെങ്കിൽ 500 രൂപയ്ക്ക് ഹെഡ്ലൈറ്റ് കിട്ടും, പിന്നെ 10000 രൂപയുടെ ഹെഡ്ലൈറ്റും തമ്മിൽ ഇതിന് എന്താണ് വ്യത്യാസം? നിങ്ങളൊരു ഹെഡ്ലൈറ്റ് വാങ്ങുന്നതിന് മുമ്പായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് സിമ്പിൾ കാര്യങ്ങളെക്കുറിച്ചാണ്. ലൂമൻ എന്ന് പറയുന്ന ഒരുപാട് സ്ഥലത്ത് ഞാനത് തട്ടിപ്പ് കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റ് അപ്ഗ്രേഡ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പല ടൈപ്പ് ഹെഡ്ലൈറ്റ്സ് കാണാറുണ്ട്. എന്നാൽ ഏത് ടൈപ്പ് ഹെഡ്ലൈറ്റ് വാങ്ങണം, അല്ലെങ്കിൽ കുറഞ്ഞത് വാങ്ങണോ കൂടിയത് വാങ്ങണോ, പലരും എന്നോട് ചോദിക്കുന്ന ഒരു സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. കാരണം രാകേഷേ 1000 രൂപയ്ക്ക് ഹെഡ്ലൈറ്റ് കിട്ടും, അല്ലെങ്കിൽ 500 രൂപയ്ക്ക് ഹെഡ്ലൈറ്റ് കിട്ടും, പിന്നെ 10000 രൂപയുടെ ഹെഡ്ലൈറ്റും തമ്മിൽ ഇതിന് എന്താണ് വ്യത്യാസം? ശരിക്കും ഇതൊരു നല്ല ക്വസ്റ്റ്യൻ തന്നെയാണ്. കാരണം പല റേറ്റിനുള്ള ഹെഡ്ലൈറ്റ്സ് അവൈലബിൾ ആണ്. പക്ഷേ ഇതിൽ ഏത് വാങ്ങിച്ചിടുന്നതാണ് ഏറ്റവും നല്ലത്? ഇങ്ങനൊരു സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ ഞാനത് തീർത്തുതരാം. ഹായ്, നമസ്കാരം. ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്ന ഒരു കാര്യം, നിങ്ങളൊരു ഹെഡ്ലൈറ്റ് വാങ്ങുന്നതിന് മുമ്പായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് സിമ്പിൾ കാര്യങ്ങളെക്കുറിച്ചാണ്. 500 രൂപയ്ക്കും ഹെഡ്ലൈറ്റ് കിട്ടും, 100% സത്യം തന്നെയാണ്. പക്ഷേ ഈ 500 രൂപയ്ക്ക് മേടിക്കുന്ന ഹെഡ്ലൈറ്റിന് എന്താണ് കുഴപ്പം? ഒന്നാമത്തെ കാര്യം, ക്വാളിറ്റി തീരെ മോശമായിരിക്കും. രണ്ടാമത്തെ കാര്യം, ഈ എടുക്കുന്ന ഹെഡ്ലൈറ്റ് ബൾബ് സാധാരണ LED ആയിരിക്കും. അത് ക്വാളിറ്റി കുറവെന്ന് പറയുമ്പോഴത്തേക്കും LED-യിലും ആ ക്വാളിറ്റി ബാധിക്കുന്നതായിരിക്കും. നമുക്ക് വെട്ടം എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മുടെ ലൂമൻ വളരെ കുറവായിരിക്കും. ജസ്റ്റ് കത്തുന്ന സമയത്ത് വെള്ളയായിട്ട് ഫീൽ ചെയ്യുന്നല്ലാതെ നമുക്ക് റോഡ് വിസിബിലിറ്റി കിട്ടത്തില്ല, ഇതിന് ലൈഫും കിട്ടുന്നതായിരിക്കത്തില്ല. അതായത് ഇട്ട് കഴിഞ്ഞ് ചിലപ്പോൾ ഒരു 2-3 മാസം കഴിയുമ്പോഴത്തേക്കും ഈ ബൾബ് പോകുന്നതായിരിക്കും. റോഡ് വിസിബിലിറ്റി കിട്ടില്ല, 100% ഉറപ്പ്. കാരണം ഞാനിത് പല ബൾബുകളും മേടിച്ച്, ഇപ്പം ചിലർ എന്നെ വിളിക്കുന്ന, അല്ലെങ്കിൽ ചിലർ എന്നെ ഫോൺ ചെയ്തിട്ട് ചോദിക്കുന്നൊരു കാര്യം, രാകേഷേ ഏതാ നല്ല ടൈപ്പ് ബൾബ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോൾ ഇരിക്കുന്ന പുതിയ മോഡൽ ഏതാ? ഞാൻ അങ്ങനെ ഇന്ന മോഡൽ സ്റ്റോക്ക് ചെയ്യാറില്ല. ഞാൻ ഓരോ ടൈപ്പ് യൂസ് ചെയ്ത് അതിൻ്റെ റിവ്യൂ ഞാൻ ചെയ്യാറുണ്ട്. അങ്ങനെ കുറച്ച് ബൾബുകൾ എനിക്ക് ഇഷ്ടപ്പെട്ട മോഡൽസ് ഉണ്ട്. അത് ഞാൻ ചിലപ്പോൾ ആവശ്യക്കാർ പറയുകയാണെങ്കിൽ ഞാൻ എടുത്ത് കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ സെയിൽ ചെയ്യാറുണ്ട്. പക്ഷേ അതിൽ നിങ്ങൾ സ്വന്തമായിട്ട്, അല്ലെങ്കിൽ സ്വയമേ മനസ്സിലാക്കേണ്ട കാര്യമാണ്, ഹെഡ്ലൈറ്റ് എടുക്കുന്ന സമയത്ത് ലൂമൻ ചെക്ക് ചെയ്യുക. ഈ ലൂമൻ എന്ന് പറയുന്ന ഒരുപാട് സ്ഥലത്ത് ഞാനത് തട്ടിപ്പ് കണ്ടിട്ടുണ്ട്. അതായത് 100 വാട്ട്സിൽ 35000 ലൂമൻ വരുന്ന ബൾബ് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ശരിക്കും അതിൽ 35000 ഇല്ല. ലൂമൻ ചെക്ക് ചെയ്യുന്ന മീറ്റർ അവൈലബിൾ ആണ്, ലക്സ് മീറ്റർ എന്ന് പറയും. എൻ്റെ കയ്യിലുണ്ട്. ഞാനത് പല ലൈറ്റുകളും ചെക്ക് ചെയ്ത് കൺഫേം ആക്കിയാണ് ഈ പറയുന്നത്. ചില ബ്രാൻഡുകൾ കൃത്യമായിട്ട് എഴുതാറുണ്ട്. നമ്മുടെ കമ്പനി വരുന്ന ഹെഡ്ലൈറ്റ് ബൾബൊക്കെ ഏകദേശം ലൂമൻ ഒരു 1000 ലൂമനൊക്കെ മാത്രം വരാറുള്ളൂ. എന്നാൽ നമുക്ക് അതേ സ്ഥാനത്ത് ഒരു 10000 ലൂമൻ, അല്ലെങ്കിൽ ഒരു 20000 ലൂമനൊക്കെ ഇട്ടാലും കുഴപ്പമില്ല. 20-ന് മേളിൽ കഴിവത് ഇടാതിരിക്കുന്നതായിരിക്കും നല്ലത്. നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ റിഫ്ലക്ടർ, അതായത് ഈ കാണുന്ന റിഫ്ലക്റ്റേഴ്സ് പോകാനുള്ള, അല്ലെങ്കിൽ ഉരുകി പോകാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് കഴിവതും നമ്മളൊരു 20000-ൻ്റെ മുകളിലോട്ട് ലൂമനുള്ള ബൾബുകൾ ഇടാതിരിക്കുന്നതാണ് നല്ലത്. മാക്സിമം 20000 വാട്ട്സ് നോക്കുകയാണെങ്കിൽ ഒരു 100 വാട്ട്സ് വരെ, അതായത് ഒരു സൈഡിൽ 100 മറ്റേ സൈഡിൽ 100, 100 200 വാട്ട്സ് വരുന്നൊരു ബൾബ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിച്ചിടാൻ സാധിക്കും. അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ ഹെഡ്ലൈറ്റ് അപ്ഗ്രേഡ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലൂമൻ ചെക്ക് ചെയ്യുക, വാട്ട്സ് ചെക്ക് ചെയ്യുക. ഇത് രണ്ടും ഓക്കെ ആണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. ഇനി എന്തെങ്കിലും സംശയം വല്ലതൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റും കൂടി ഇടുക.